Good morning, everybody. In this section, we are discussing about output devices. We know that a computer have different units. The main units are input unit, processing unit, storage unit and output unit. You have already studied. Also, we know that a computer is a data processing machine that can accept data through some input devices, and after getting data it will be processed by a processing unit and we will get the information from the computer through the output unit or through the output devices. So input output devices are certain major role in data processing. Through input devices we can accept data, and through output devices we can display data or information to the outside. So output devices are used for displaying the result of processing to the user. There are two types of output. One is printed copy, that is also called hard copy, and second one is called soft copy, that is the result or information displayed on the screen, on the monitor. Okay, രണ്ട് തരത്തിലുണ്ട്. നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഓർക്കുന്നത് പ്രിൻ്റ് ഔട്ടുകളാണ്. പിന്നീട് അതോടൊപ്പം തന്നെ സ്ക്രീനിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണുന്ന ഔട്ട്പുട്ടുകളുണ്ട്, ഇൻഫർമേഷനുണ്ട്, റിസൾട്ടുകളുണ്ട്. ദേ ആർ കോൾഡ് സോഫ്റ്റ് കോപ്പി. അത് മോണിറ്ററിൽ കിട്ടുന്ന റിസൾട്ടാണ്. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് റിസൾട്ടുകൾ ഫോം ചെയ്യാം. So commonly used output devices are, അതായത് പ്രിൻ്ററുകൾ ഒരു സെക്ഷൻ വരും പ്രിൻ്റ് ഔട്ട് കിട്ടാൻ. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കോപ്പി, സോഫ്റ്റ് കോപ്പീസ് ആർ ദോസ് ഇൻഫർമേഷൻ ദേ ആർ ഗെറ്റിംഗ് ഫ്രം ദ സ്ക്രീൻ, മോണിറ്ററിൽ നിന്നാണ്. സോ മോണിറ്റേഴ്സ് ആർ ഓൾസോ ഔട്ട്പുട്ട് ഡിവൈസസ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പോൾ വീഡിയോവിനെ നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ കൂട്ടത്തിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ചില എക്സാമ്പിൾസാണ്, വെറൈറ്റീസാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ പ്രിൻ്ററുകളൊന്ന് പരിചയപ്പെടുത്തുന്നു, പിന്നെ പ്ലോട്ടറിനെ കുറിച്ച് പറയുന്നു. എല്ലാത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു വേഗമായി ഒരു ചെറിയ ഐഡിയാസ് മാത്രമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ തരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല. എല്ലാ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ കണ്ടു. ഇനി ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറയുകയാണ്, എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്, അതിനകത്ത് CRT, കാഥോഡ് റേ ട്യൂബ്. CRT മോണിറ്റർ ഈസ് ദ കോമൺലി യൂസ്ഡ് വീഡിയോ. അപ്പം വീഡിയോ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് മോണിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന CRT മോണിറ്ററാണ്, CRT ടെർമിനലാണ്. അപ്പോൾ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ കളർ. രണ്ട് രീതിയിൽ, മോണോക്രോം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളറുമാണ്. ടെലിവിഷനും നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് CRT. അതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കാണുന്നത്. കളറാണെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ കളറിലൊക്കെ ഉണ്ട്. മോണോക്രോം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒറ്റ കളർ. ദ ക്വാളിറ്റി ഓഫ് ഇമേജ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ മീൻസ് പിക്സലിലാണ്. നമ്പർ ഓഫ് പിക്സൽസ്. പിക്സൽ മീൻസ് പിക്ചർ സെൽ എന്നാണ്.
പിക്ചർ സെൽ. അപ്പോൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് റെസൊല്യൂഷൻ പറയുന്നത്. റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ചാണ് നമുക്ക് എന്താണ് ക്വാളിറ്റി കൂടുന്നത് കുറയുന്നത്. മനസ്സിലായി? അപ്പം ക്വാളിറ്റി ഓഫ് ഇമേജ് ഡിപ്പെൻഡ്സ് ഓൺ റെസൊല്യൂഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ദ നമ്പർ ഓഫ് പിക്സൽസ് ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഓൺ എ മോണിറ്റർ. പിക്സൽ പെർ യൂണിറ്റ് ആണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇതാണ് CRT. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചത്. പിന്നീട് ആണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. CRT ഒരു കർവ്ഡ് ഷേപ്പിലാണ്. നമ്മൾ ചെറിയൊരു കർവ്ഡ് ഉണ്ട്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ആർ തിന്നർ ആൻഡ് ലൈറ്റർ ദാൻ CRT. ലാപ്ടോപ്പുകളിൽ, ടേബിൾ PCകളിലൊക്കെ നമ്മൾ പോർട്ടബിൾ ഡിവൈസസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, LCD മോണിറ്റർ എന്ന് പറയില്ലേ, അത് ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED, ദെൻ ഓർഗാനിക് LED ആൻഡ് പ്ലാസ്മ പാനൽ. നമ്മളിപ്പോൾ ഒരുപാട് OLED ഉപയോഗിക്കുന്നുണ്ട്, LED ഉപയോഗിക്കുന്നുണ്ട്. നോർമലി ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് LCD, LED, OLED, പ്ലാസ്മ പാനൽ എല്ലാം കൂടെ ചേർന്നാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. കോമൺ ആയിട്ട് ലെസ് പവർ, ഹീറ്റ് ആൻഡ് റേഡിയേഷൻ ഈസ് ലീസ്റ്റ്, ലൈറ്റ് വെയ്റ്റ്, സ്മോൾ ഇൻ സൈസ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു തിന്നർ ആൻഡ് ലൈറ്റർ ഇൻ വെയ്റ്റ്, ഹൈ റെസൊല്യൂഷൻ, സോ ഹൈ ക്വാളിറ്റി പിക്ചർ. Power consumption, it reduces power consumption, it does not generate heat and radiation, low weight, light weight, small in size and high quality picture. അത് കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഇനി LCD മോണിറ്ററിൻ്റെ ഒരു പിക്ചറാണ്. LCD ഇവിടെ ഫ്ലൂറസെൻറ്റ് ലാമ്പാണ് LCDയിൽ യൂസ് ചെയ്യുന്നത് ഇമേജ് വിസിബിൾ ആക്കാൻ. LED ആകുമ്പോൾ അത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാകും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. LCDയിൽ ഫ്ലൂറസെൻറ്റ് ലാമ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. CRTയേക്കാൾ പവർ കൺസംഷൻ കുറവാണ്, റേഡിയേഷൻ ഇല്ല, മോർ വിസിബിൾ ഏരിയ ദാൻ CRT. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞല്ലോ, അതെല്ലാത്തിനും ഉണ്ട്. ഫ്ലാറ്റ് പാനലിൻ്റെ മൊത്തത്തിൽ പറഞ്ഞു പവർ കൺസംഷൻ കുറവാണ്, റേഡിയേഷൻ ഇല്ല, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഹീറ്റ്, ആ ക്വാളിറ്റീസ് എല്ലാം ഇതിനെല്ലാം ഉണ്ട്. ഓക്കെ, ഒന്ന് കണ്ടുപോവുക, ജസ്റ്റ് അറിഞ്ഞു പോവുക എന്നുള്ളതാണ്. ഇനി LED ആണ്, LED ഡിസ്പ്ലേ. LED ഈസ് ബെറ്റർ ദാൻ LCD. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് ഇവിടെ ഡയറക്റ്റ്ലി ലൈറ്റ് അപ്പ് ദ സ്ക്രീൻ ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. കുറച്ചുകൂടെ എക്സ്പെൻസ് കൂടുതലാണ്. ബെറ്റർ വ്യൂയിങ് ആംഗിൾ, തിന്നർ ആൻഡ് ഹൈ കോൺട്രാസ്റ്റ്. കുറച്ചുകൂടെ ബെറ്റർ ഏതാണ്? LED ആണ് LCDയേക്കാൾ ബെറ്റർ. ആ ഡിഫറൻസ് ആണ്, ഒന്ന് നോട്ട് ചെയ്തോ. LED ലെസ് പവർ, പ്രൊവൈഡ്സ് ബ്രൈറ്റർ ഡിസ്പ്ലേ, ബെറ്റർ കോൺട്രാസ്റ്റ്, തിന്നർ പാനൽ. എല്ലാം അതിൻ്റെ ക്വാളിറ്റീസാണ്. better contrast, thinner panel, lesser heat than conventional LCD. എന്തുകൊണ്ടും മെച്ചം LED ആണ്. ബിക്കോസ് അതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ ഫ്ലൂറസെൻറ്റ് ലാമ്പിന് പകരം യൂസ് ചെയ്യുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് പ്ലാസ്മ പാനൽ.
അത് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്, നിയോൺ ഗ്യാസ്. They are also known as gas-filled display. Plasma panel consists of two glass plates filled by a gas such as neon. Image is formed by applying electric current to electrodes connected to the glass plates. They are also known as gas-filled display. They are thinner than CRT and have better viewing angle than LCD. Anyway, LED is better, or LED is better. ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ്, ഏതാണ് ബെറ്റർ എന്നുള്ളതൊക്കെ. LED ആണ്, അത് കോമൺ ആയിട്ട് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് കണ്ടിരിക്കുക, ഓർമ്മയിൽ വെച്ചിരിക്കുക. Then plotters. Plotter is a device that draws picture using pen. Pen ഗ്രാഫിക്സിനാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. പിക്ചേഴ്സ് യൂസിങ് പെൻ വെച്ചിട്ട് പിക്ചറുകൾ വരയ്ക്കാനായിട്ടാണ്. ഡിസൈനാണ്. ക്യാം എന്നൊക്കെ കേട്ടിട്ടില്ലേ, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, അതുപോലെയുള്ള കമ്പ്യൂട്ടർ എയ്ഡഡ് എൻജിനീയറിങ്, അതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിനായിട്ടും നമ്മൾ പ്ലോട്ടറുകൾ ഉപയോഗിക്കുന്നത്. നോർമലായിട്ട് നമ്മളങ്ങ് ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലത്. പ്രിൻ്ററുകൾ അല്ലെങ്കിൽ CRT അല്ലെങ്കിൽ മോണിറ്റർ പോലെ കോമൺ അല്ല, പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. So, plotter differ from a printer is that they draw lines using a pen. ഒരു പെന്ന് വെച്ചിട്ട് പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പിക്ചറുകൾ ഡ്രോ ചെയ്യുന്നത്. ഡ്രം പ്ലോട്ടറുണ്ട്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും ഉണ്ട്. And they are classified into two, drum plotter and flat bed plotter. Okay, they can produce continuous lines using a pen. They are expensive than printers. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ല, പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലെ ഡിസൈനും എൻജിനീയറിങ് ഡിസൈനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടറുകൾ. അത് എക്സ്പെൻസീവാണ്. ഗ്രാഫിക്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് പ്രിൻ്റർ. നമ്പർ 1 കാഥോഡ് റേ 2. രണ്ടാമത്തെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ, അതിനകത്ത് കുറച്ച് പിരിവുകളുണ്ടായിരുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻ. അത് തേർഡ് വൺ ഈസ് പ്ലോട്ടർ, ഫോർത്ത് വൺ ഈസ് പ്രിൻ്റർ. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിൻ്റർ ടൈപ്പുകളൊക്കെ ഒന്ന് കണ്ടുപോവുകയാണ്. നമുക്ക് പ്രിൻ്ററുകളെ മെയിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് പ്രിൻ്റർ ആൻഡ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് രണ്ട് സെക്ഷനായിട്ടാണ്. ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് എഴുതാം. ഇമ്പാക്റ്റ് ആൻഡ് non-impact printers. Okay, printers. ഓക്കെ, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, രണ്ട് ക്ലാസിഫിക്കേഷനായിട്ട്. ഇമ്പാക്ട് പ്രിൻ്റർ മീൻസ്
there is a mechanical contact between head and the paper. ഈ പ്രിൻ്ററിൻ്റെ ഹെഡും പേപ്പറും തമ്മിൽ മെക്കാനിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്, ടച്ചിങ് വരും. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് ടച്ചിങ് ഇല്ല, സ്പ്രേ പോലെയൊക്കെ ചെയ്യുകയാണ്. അതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ്. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ there is always a mechanical contact, mechanical touch between the printer head and the paper. അങ്ങനെയുണ്ട്. അതിന് എക്സാമ്പിളാണ്, ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിളാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ദിസ് is an example of impact printer. ഓക്കെ, ബാക്കി നമ്മൾ കാണുന്ന എല്ലാം നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സാണ്. ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത് ഡോട്ട് മാട്രിക്സ് ആണ്, ആദ്യകാല പ്രിൻ്ററാണ്. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്, അതിന് പ്രത്യേക ഒരു നോയ്സ് ഉണ്ട്. അത് ഓരോ ക്യാരക്ടറും ഡോട്ട്സ് ചേർത്താണ് ഫോം ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ എടുത്ത് അനാലിസിസ് നടത്തി നമുക്കറിയാം ഓരോ ആൽഫബറ്റ്, ഓരോ ക്യാരക്ടറും ഇമേജും എല്ലാം ഒരുപാട് ഡോട്ടുകൾ ചേർന്നാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡോട്ട് മാട്രിക്സ് എന്ന് നെയിം വന്നത്. കുറച്ച് സൗണ്ട് നോയ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രിൻ്ററാണിത്. എ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ ഈസ് എ ടൈപ്പ് ഓഫ് പ്രിൻ്റർ ദാറ്റ് പ്രിൻറ്റ്സ് ബൈ ഇമ്പാക്റ്റ് ഓഫ് പിൻസ് സ്ട്രൈക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ആൻ ഇങ്ക് റിബൺ rather like a traditional typewriter. പഴയ ഒരു ടൈപ്പ് റൈറ്റർ പോലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇമ്പാക്റ്റ് ഓഫ് പിൻ സ്ട്രൈക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ആൻ ഇങ്ക് റിബൺ. അതാണ് ഞാൻ പറഞ്ഞത്, കോണ്ടാക്ട് ബിറ്റ്വീൻ ഹെഡ് ആൻഡ് ദ പേപ്പർ. ഡോട്ട് മാട്രിക്സ് പ്രിൻറ്റേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് ക്യാരക്ടേഴ്സ് ബൈ ക്രിയേറ്റിംഗ് എ സീരീസ് ഓഫ് ഡോട്ട്സ്. അത് ഞാൻ പറയാം, ഓരോ ക്യാരക്ടറുകൾ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രിൻ്റ് ഔട്ട് കണ്ടാൽ അറിയാം, ആ ഓരോ ക്യാരക്ടറും ഒരുപാട് ഡോട്ടുകൾ, സ്മോൾ വെരി സ്മോൾ ഡോട്ടുകൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ്. വിച്ച് ആർ ക്ലോസ്ലി സ്പേസ് ടുഗദർ, അടുപ്പിച്ച് വെച്ച്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രിൻ്ററാണ്. നോയ്സ് ഉണ്ടെന്നുള്ളത് വളരെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രിൻ്ററാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന്, അതായത് ദർ ഇസ് നോ മെക്കാനിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഹെഡ് ആൻഡ് ദ പേപ്പർ. ഡയറക്റ്റ് ടച്ചിങ് ഇല്ല, ബട്ട് ഇങ്ക് സ്പ്രേ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. ഇങ്ക്ജെറ്റ് പ്രിൻ്റേഴ്സ് ആർ as the name implies, as the name suggests, use ink to print text, graphic images, etc. onto various type of papers. ഇങ്ക് സ്പ്രേ ചെയ്തിട്ടാണ് അവിടെ ക്യാരക്ടറുകൾ ഫോം ചെയ്യുന്നത്. These printers are most common in homes and small offices, though many commercial printing companies use inkjet printers to produce high quality brochure, flyers and other pieces. അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബട്ട് ഇങ്ക് ഈസ് എന്താണ് ഹൈലി എക്സ്പെൻസീവ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ഡോട്ട് മാട്രിക്സിനേക്കാൾ എക്സ്പെൻസീവാണ്. നമ്പർ ഓഫ് പ്രിൻ്റ്, ഒരു എന്താണ് ഇങ്ക് ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കാറ്റ്രിഡ്ജിന് കിട്ടുന്ന പ്രിൻ്റ് ഔട്ടിൻ്റെ എണ്ണം അതിൻ്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എക്സ്പെൻസീവായിട്ട് തോന്നും. നമുക്ക് ഡോട്ട് മാട്രിക്സിൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. ഇവിടെ നമ്മളൊരു കാറ്റ്രിഡ്ജ് ഇങ്ക് നിറച്ചിട്ടു, അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രിൻറ്റിൻ്റെ എണ്ണം ഡോട്ട് മാട്രിക്സിനേക്കാൾ കുറവാണ്. സോ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. അതുപോലെ ഇങ്ക് അത് കട്ടിയാകാനുള്ള ചാൻസും ഉണ്ട്. അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഹൈ ക്വാളിറ്റി പ്രിൻ്റ് കിട്ടും, പക്ഷേ യൂസ് ചെയ്യുന്ന ഇങ്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് ഡോട്ട് മാട്രിക്സ് കിട്ടുന്നത് പോലെ അത്രയും പ്രിൻ്റ് ഔട്ട്സ് ഇത് കിട്ടില്ല ഒരു കാറ്റ്രിഡ്ജ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എക്സ്പെൻസ് കൂടുതലായിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും. അതുപോലെ ഇത് ഇങ്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, ഈവൻ ദോ ഇറ്റ് ഗീവ്സ് ഹൈ ക്വാളിറ്റി പ്രിൻ്റ് ഔട്ട്.
അപ്പോൾ സോ ഇതിനേക്കാളൊക്കെ ബെറ്റർ ലേസർ പ്രിൻ്ററാണ്. ഡോട്ട് മാട്രിക്സ് ഓൾഡ് മോഡലാണ്. ഇങ്ക്ജെറ്റിനുള്ള ഈ ഡിസഡ്വാൻറ്റേജുകളൊക്കെ ചെറുതായിട്ടുണ്ട്. സോ അതിനേക്കാളൊക്കെ എഫിഷ്യൻറ്റ് ബെറ്റർ ഈസ് ലേസർ പ്രിൻ്റർ. നമ്മൾ നോർമലി എല്ലാം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലേസർ പ്രിൻ്ററാണ്. ലൈറ്റാണ്, ലേസർ ബീമാണ് യൂസ് ചെയ്യുന്നത്. എ ലേസർ പ്രിൻ്റർ ഈസ് എ പ്രിൻ്റർ ദാറ്റ് യൂസസ് എ ഫോക്കസ്ഡ് ബീം ഓർ ലൈറ്റ് ടു ട്രാൻസ്ഫർ ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് ഓൺ ടു എ പേപ്പർ. ലേസർ ബീംസ് ഉപയോഗിച്ചിട്ടാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത്. ദോ കോൺട്രറി ടു പോപ്പുലർ ബിലീഫ്, എ ലേസർ ഡസ് നോട്ട് ആക്ച്വലി ബേൺ ദി ഇമേജസ് ഓൺ ടു ദ പേപ്പർ. ഓക്കെ, അപ്പോൾ ലേസർ ബീം യൂസ് ചെയ്തിട്ട് ഹൈ ക്വാളിറ്റി പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നു. അതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെയും അതിനകത്തുനിന്ന് നമുക്ക് ഗുഡ് ക്വാളിറ്റി പ്രിൻ്റ് ഔട്ട്സ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ലേസർ പ്രിൻ്ററാണ് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇതും ഒരു നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ആണ്. ഓക്കെ, another printer is thermal printer. Is a digital printing process. Thermal printing is a digital printing process which produces a printed image by selectively heating coated thermochromic paper or thermal paper. Okay, by heating, തെർമൽ മീൻസ് ഹീറ്റ്. ഹീറ്റിൻ്റെ സഹായത്താൽ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ഡിവൈസാണ് തെർമൽ പ്രിൻ്റർ. ഇതും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിളാണ്. ദ പേപ്പർ പാസസ് ഓവർ ദ തെർമൽ പ്രിൻ്റ് ഹെഡ്. ബൈ ഹീറ്റ് വഴിയാണ് നമ്മൾ പ്രിൻറ്റിങ് ചെയ്തെടുക്കുന്നത്. They are commonly used to create labels, safety signs, barcode, shipping labels, etc. ചെറിയ ചെറിയ പ്രിൻ്റ് ഔട്ട്സിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലേബലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സിമ്പലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ലോഗോസിന് വേണ്ടി, സേഫ്റ്റി സൈൻസിന് വേണ്ടി, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാർകോഡുകൾ പ്രിൻ്റ് ചെയ്യാനായിട്ട്, ഷിപ്പിംഗ് ലേബൽ പ്രിൻ്റ് ചെയ്യാനായിട്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തെർമൽ പ്രിൻ്ററുകൾ യൂസ് ചെയ്യുന്നത്. കോമൺ അല്ല. കോമൺ ആയിട്ട് ഏറ്റവും നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രിൻ്റർ ലേസർ പ്രിൻ്ററാണ്. ഏറ്റവും ലാസ്റ്റ് ആൻഡ് നൗ എമർജിങ് പ്രിൻ്റർ ഈസ് 3D പ്രിൻ്റർ. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ ഏറ്റവും പ്രിൻ്ററിൻ്റെ ഏറ്റവും ന്യൂ ജെൻ പ്രിൻ്ററാണ് 3D പ്രിൻ്റർ. ഇവിടെയൊക്കെ നമ്മൾ കണ്ട ഡോട്ട് മാട്രിക്സിൽ, ലേസറിൽ, ഇങ്ക്ജെറ്റിൽ, അതല്ലെങ്കിൽ തെർമൽ പ്രിൻ്ററിൽ ഒക്കെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനലാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഒരു പേപ്പറിൽ ഇവിടെ പേപ്പർ കാണുന്നു, പ്രിൻ്റ് കിട്ടുന്നു, 2 ഡയമെൻഷനാണ്. ബട്ട് ഈ 3D പ്രിൻ്ററിൻ്റെ ഔട്ട്പുട്ട് ഒരു സോളിഡാണ്, 3 ഡയമെൻഷനാണ്. അപ്പോൾ ഒരു സോളിഡ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. 3D പ്രിൻറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് 3 ഡയമെൻഷനൽ ഒബ്ജക്റ്റ്. ഓക്കെ, സോളിഡ് 3 ഡയമെൻഷൻ വരുമ്പോൾ ഹൈറ്റ്, വെയ്റ്റ്, പിന്നെ എന്താണ് ലെങ്ത്, വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ 3 ഡയമെൻഷൻ വരും. ബ്രെഡ്ത്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഓക്കെ, സോളിഡ് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റായിട്ടാണ്, ഒരു ഒബ്ജക്റ്റായിട്ടാണ് നമുക്കത് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഡിറ്റീവ് മാനുഫാക്ചറിങ്. ഹിയർ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലേയിങ് ഡൗൺ സക്സസീവ് ലെയേഴ്സ്. ഒബ്ജക്റ്റാണ് റിസൾട്ട്. സോ അത് മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ CAD,
മെറ്റൽ കാസ്റ്റിംഗ്, ഹെൽത്ത് കെയർ, ഏറ്റവും ലേറ്റസ്റ്റ് ആണിത്. അത് വളരെ എക്സ്പെൻസീവാണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മെഡിക്കൽ ഫീൽഡിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇതൊരു കൈ, ഒരു ഹാൻഡിൻ്റെ, ഒരു പാമിൻ്റെ ഒരു പാം ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഈ പ്രിൻ്ററിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഈ സോളിഡായിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്, ഒരു ഒബ്ജക്റ്റാണ് കിട്ടുന്നത്. പേപ്പറിലുള്ള പ്രിൻ്റ് ഔട്ടല്ല. ഇതുപോലെ നമുക്ക് എന്താണ് നമ്മുടെ ബോഡിയിലുള്ള പല അവയവങ്ങളും ഇതുപോലെ കാല്, കൈ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് മോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മളുടെ ഹെൽത്ത് കെയറിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3D ഷേപ്പിലുള്ള 3D ആയിട്ട് നമുക്ക് എല്ലാ ഒബ്ജക്റ്റും 3D ആയിട്ടാണ് കിട്ടുന്നത്, ഒരു ഒബ്ജക്റ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പം അത് ഏതെങ്കിലും ഒരു ഉപയോഗത്തിനായിട്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ട് എടുക്കാം. പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇത് മെഡിക്കൽ ഫീൽഡിലൊക്കെ അവയവമാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് ഓരോ അവയവങ്ങൾ മോൾഡ് ചെയ്തെടുത്ത് കൈക്ക് കാലിനൊക്കെ പകരം നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് ഇതുപോലെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ പ്രിൻ്ററിൻ്റെ ഔട്ട്പുട്ട് ഒരു സോളിഡായിട്ടാണ് കിട്ടുന്നത്. പാം ഇല്ലാത്തൊരാൾക്ക് ഇതുപോലെ ഒരു പാം, അയാളുടെ ലെഫ്റ്റ് ഹാൻഡിൽ പാം ഇല്ലയെന്ന് കരുതുക, റൈറ്റ് ഹാൻഡ് പാമിന് ഈക്വലായിട്ടുള്ള ഒരു പാം ഡിസൈൻ ചെയ്ത് അയാൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ആ രീതിയിലേക്ക് വളരുകയാണിത്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ ഇതിന് വളരെയധികം യൂസ് ഉണ്ട്. അതിൻ്റെ റിസർച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അണ്ടർഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് വളരെ എക്സ്പെൻസീവുമാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്കകം നമുക്ക് അത് വളരെയധികം ഉപയോഗം ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിൻ്ററാണ് 3D പ്രിൻ്റർ. Researches are undergoing and that are used in the field of computer-aided design, computer-aided manufacturing, metal casting, healthcare, medical science, etc. ആ ഫീൽഡുകളിലൊക്കെ നമുക്ക് വളരെയധികം ഉപയോഗമുള്ളതാണ്. It's also very expensive. Its outputs are always an object, a solid, a 3-dimensional. Okay, ഇത് എല്ലാ കുറച്ചധികം ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചുള്ള ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ് മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ്, അതിൻ്റെ കുറച്ച് ഇമേജസ് നിങ്ങളൊന്ന് അത്യാവശ്യം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. CRT ഉപയോഗിക്കുന്നു, ഫ്ലാറ്റ് പാനൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നു. അതിലേതൊക്കെയാണുള്ളത്, അതിൻ്റെ CRTയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഈ ഫ്ലാറ്റ് പാനലിൽ തന്നെ LED ആണ് ബെസ്റ്റ്, അല്ലെ OLED ആണ് ബെസ്റ്റ്. പിന്നെ പ്ലോട്ടറുകൾ ഗ്രാഫിക്സിന് വേണ്ടിയിട്ടാണ്, പെൻ യൂസ് ചെയ്തിട്ടാണ് പിക്ചറുകൾ പ്ലോട്ട് ചെയ്യുന്ന ഡിവൈസാണ്. അത് നോർമലായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ല. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്, അതുപോലെ ഡിസൈനുകളിൽ പിക്ചറുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടറുകൾ യൂസ് ചെയ്യുന്നത്. ഹൈലി എക്സ്പെൻസീവ്. ദെൻ പ്രിൻ്ററുകൾ, ഇമ്പാക്ട് പ്രിൻ്റർ ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിൻ്റേഴ്സ്. ഇമ്പാക്ട് പ്രിൻ്ററാണ്, ഓൾഡ് പ്രിൻ്റേഴ്സാണ്, മെക്കാനിക്കൽ ടച്ച് ഉണ്ട് ഹെഡും പേപ്പറും തമ്മിൽ. സോ ക്വാളിറ്റി ഈസ് ലെസ്സർ. ഇപ്പോഴും പക്ഷേ അത് ഉപയോഗിക്കുന്നുണ്ട്. ക്യാരക്ടറുകൾ ഫോം ചെയ്തിരിക്കുന്ന ഡോട്ട് ആയിട്ടാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ആയപ്പോഴേക്ക് സ്പ്രേ ആയി. അത് ഗ്രാഫിക്സ്, ടെക്സ്റ്റ്, ഇമേജസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് ഹൈ ക്വാളിറ്റി
printouts than dot matrix. Laser printer is the best one. Beam of light is used to transfer text and images onto paper. It is expensive but the quality is best. Thermal printer is also another type of printer. In this type of printer we are using heat to produce characters. They are mainly used in preparing barcodes, shipping labels, safety signs, etc. Then last one is 3D printer. It is the latest undergoing printers and most expensive. They gives output as objects, solid objects, 3-dimensional objects instead of 2-dimensional. So these are very helpful in the industry related to CAD, metal casting and medical field. ഇത്രയും കാര്യങ്ങളാണ്. Okay, go through all these matters and prepare short notes. Okay, thank you.